ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം ചിക്കനാണ്. പിന്നെ ഒരു വലിയ സൈസ് ഉള്ളി ചെറുതായി മുറിച്ച് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത് രണ്ടുമാണ് ഇതിൽ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ മസാല പൗഡേഴ്സും. അപ്പോൾ ആദ്യം നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യുകയാണ് ഇതിന് വേണ്ടത്. അതിനായി ഞാനിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയും അതിനോടൊപ്പം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മസാല പിടിച്ചു കൊടുക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായി മാരിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കന് നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത്രയും നമ്മുടെ പണിയുള്ളൂ. ചിക്കൻ ചുക്ക എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിനായി ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഓയിലിന് വേണ്ടുള്ളൂ. അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പില പൊട്ടിച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ചൂട് കിടന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ആ ടൈമിൽ ചിക്കൻ്റെ കളർ കുറച്ചൊന്ന് മാറി വരും. അത്രയാണ് അതിൻ്റെ കണക്ക്. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. അല്ലാതെ തന്നെ ഇതിൽ ചിക്കനിലേക്ക് വെള്ളമൊക്കെ വരും. എന്നിട്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് അടച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് വീണ്ടും നമുക്കൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി അടച്ചു കൊടുക്കാം. ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് അടച്ചു കൊടുത്ത് വേവിക്കാം. ചിക്കനും ഒന്ന് കുറച്ചുകൂടി വേവട്ടെ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് ഇളകി വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുമുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള പരിവാകുമ്പോൾ നമുക്ക് ഓഫാക്കി എടുക്കാം. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒന്ന് അമർത്തി നോക്കുമ്പോൾ പൊട്ടുന്നുണ്ടെങ്കിൽ വേവുന്നുണ്ടെന്ന് മനസ്സിലായി. ചിക്കൻ എല്ലിന്നൊക്കെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ ടൈമിൽ നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഗ്രേവിക്ക് എത്രയാണെന്ന് വെച്ചാൽ ആ ടൈം ആകുമ്പോൾ ഓഫാക്കാം. ഞാനിപ്പോൾ ഇത് ഓഫാക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.